നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കോർട്ട് കോംപ്ലക്സ് ചൊവ്വാഴ്ച വൈകിട്ട് 6:30 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമ്യൻ സെൻ, ഹൈക്കോടതി ജഡ്ജിമാർ, ന്യായാധിപന്മാർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ 93.25 കോടി രൂപ ചെലവഴിച്ച് 80 മീറ്റർ നീളത്തിലും 45 മീറ്റർ വീതിയിലുമായി 7 നിലയിൽ 1.38 ലക്ഷം ചതുരശ്ര അടിയിലാണ് കോടതി സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. 10 വിശാലമായ കോടതികളും അനുബന്ധ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2450 ചതുരശ്ര അടിയിൽ റെക്കോർഡ് റൂം, ഇലക്ട്രിക് സബ് സ്റ്റേഷൻ, ജനറേറ്റർ, ബാർ അസോസിയേഷൻ റൂം, വനിതാ അഭിഭാഷകർക്കും പോലീസിനുമുള്ള വിശ്രമമുറി, ജഡ്ജിമാരുടെ ലോഞ്ച്, ചേംബറിനോട് ചേർന്ന് ലൈബ്രറി, മീഡിയേഷൻ റൂമുകൾ, മീഡിയ റൂം, സെൻട്രൽ ലൈബ്രറി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കാന്റീൻ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളുടെ 7 നിലകളിലായാണ് കോടതി സമുച്ചയം ഒരുക്കിയിട്ടുള്ളത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ലിയോ, സെക്രട്ടറി KJ ജോൺസൺ, ട്രഷറർ ജയരാജ് MP, വൈസ് പ്രസിഡന്റ് ഹോബി ജോളി, നിർവാഹക സമിതി അംഗങ്ങളായ ഷൈനി ജോജോ, PK അശോകൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സുധീഷ് PS, ഗവൺമെന്റ് പ്ലീഡർ ജോജി ജോർജ്, മുൻ ഗവൺമെന്റ് പ്ലീഡർ സജി റാഫേൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കോർട്ട് സമുച്ചയം കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോർട്ട് സമുച്ചയമാണ്. 1,65,000 സ്ക്വയർ ഫീറ്റാണ് ആകെ വിസ്തീർണം. 7 നിലകളിലായി പണിതിട്ടുള്ള ഈ കോർട്ട് സമുച്ചയത്തിൽ 10 കോടതികൾ പ്രവർത്തിക്കുന്നതിനാവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിപൂർണമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും മാറ്റിവെച്ച് നാളത്തേക്ക് നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ തന്നെയും സഹായ സഹകരണത്തോടുകൂടി പണിതുയർത്തിയിട്ടുള്ള ഒരു കോർട്ട് സമുച്ചയമാണ്. 27/2/2016 ഈ കോർട്ട് സമുച്ചയത്തിൻ്റെ തറക്കല്ലിട്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഇത് ഉദ്ഘാടനം നിർവഹിച്ച് മുന്നോട്ട് പോയത്. 2014-15 ബഡ്ജറ്റിലാണ് ഈ കോർട്ട് കോംപ്ലക്സിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. അന്ന് തുടങ്ങിയതിനേക്കാൾ കുറച്ചുകൂടി വിപുലീകരിച്ച് കുറേ കൂടി പണം ചെലവഴിച്ചാണ് ഈ കെട്ടിടത്തിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 6:30 ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് നിർവഹിക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ശ്രീ സൗമ്യൻ സെൻ ആണ്. ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം മാപ്രാണം ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാളിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, മിനി ജോസ് ചാക്കോള, TA പോൾ, റോണി പോൾ, പ്രവീൺസ് ഞാറ്റുവെട്ടി, മുനിസിപ്പൽ കൗൺസിലർമാരായ PV ശിവകുമാർ, TK ഷാജു, KS പ്രസാദ്, മുനിസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ R, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സ്വപ്ന S, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജിദ റഹ്മാൻ, കാർഷിക വികസന സമിതി പ്രതിനിധി KC മോഹൻലാൽ എന്നിവരും പങ്കെടുത്തു. പൊർത്തുശ്ശേരി കൃഷി ഓഫീസർ അഖിൽ KP സ്വാഗതവും അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ അജിത് കുമാർ MR നന്ദിയും പറഞ്ഞു. ഈ കാർഷിക വിളകളാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടുള്ള കടപ്പാടും
ബഹുമാനവും സ്നേഹവും അറിയിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ആളുകളാണ്, നിങ്ങൾ ആദരിക്കപ്പെടേണ്ട ആളുകളാണ്. നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കൂടി എല്ലാ നിലയിലുള്ള പിന്തുണ നൽകുകയും അങ്ങനെ നൽകേണ്ടവരാണ് ഞങ്ങൾ എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിനമാണ് കർഷക ദിനം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാള ആണ്ടിൻ്റെ വാതിൽ തുറക്കലാണ് ചിങ്ങമാസം 1-ാം തീയതി. ഉത്കൃഷ്ടങ്ങളായ ഒട്ടനവധിയായ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ചിങ്ങമാസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇത് ഓണത്തിൻ്റെ മാസം കൂടിയാണ്. ചിങ്ങം പിറന്നു കഴിയുമ്പോൾ അത്തം വരവായി. അത്തം കഴിഞ്ഞാൽ 10ാമത്തെ ദിവസം ഓണമാണ്. ഓണത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ഊഷ്മളത നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഓണത്തെ സ്നേഹപൂർവ്വം വരവേൽക്കാനായി മനസ്സ് അങ്ങനെ അർപ്പിച്ചു നിൽക്കുന്നു. എനിക്ക് വലിയ സന്തോഷം ഇവിടെ വന്നപ്പോൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ എല്ലാവരും വളരെ മിടുക്കുകളായി സെറ്റ് എടുത്ത് കേരള വസ്ത്രത്തിലിരിക്കുന്നത് കാണുമ്പോൾ ഈ കേരളക്കരയോട് മലയാളത്തിനോട് കാണിക്കുന്ന പ്രത്യേകമായ ആഭിമുഖ്യത്തെ ഞാൻ അഭിമാനപൂർവ്വം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം. വാഴ, നേന്ത്രവാഴ, കുരുമുളക്, കവുങ്ങ്, ഇഞ്ചി, കൊള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്തു വരുന്നു, വളർത്തി വരുന്നു. കഴിഞ്ഞ 50 വർഷത്തിലധികമായി കാർഷിക നെൽകൃഷി ചെയ്തു വരുന്നതും നടീൽ യന്ത്രം, കൊയ്ത്ത് യന്ത്രം തുടങ്ങി വിവിധ ലഭ്യമാക്കുകയും ചെയ്യുന്ന ആളാണ്. ഹോബി കൂടിയാണ്. മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമായ കാർഷിക മേഖലയ്ക്കുള്ള അവാർഡ്. ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം പ്രിയ ഹാളിൽ CITU ഏരിയ സെക്രട്ടറി KA ഗോപി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി PB സുരേന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി TK പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. സെക്രട്ടറി സന്തോഷ് PP സ്വാഗതവും ജയാനന്ദൻ നന്ദിയും പറഞ്ഞു. ആഭരണ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ തൊഴിലാളികൾക്ക് നന്നായിട്ട് അറിയാം. ആഭരണ നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യന്ത്രവൽക്കരണമാണ്. യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായി പാരമ്പര്യമായി പണിയെടുത്ത് നമ്മൾ വരുന്ന കാലഘട്ടത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ തൊഴിൽ മേഖല. അപ്പൊ ഇവിടെ മാറുന്ന മാറ്റത്തിനനുസരിച്ച് തൊഴിലാളികളും വേണ്ടത്ര രീതിയിൽ ആഭരണ നിർമ്മാണ മേഖലയിലെ വരവും കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഈ തൊഴിൽ മേഖല പണിയെടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ നമ്മുടെ കേരളത്തിനകത്തുണ്ട്. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ നയങ്ങളുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. ആഭരണ മേഖലയിലെ തൊഴിലാളികളുടെ വിഷയങ്ങൾ അതാത് മേഖലയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഭരണകൂടത്തിന്റെ വേണ്ടത്ര ജാഗ്രത ഈ മേഖലയിലില്ല. കാരണം ഭരണകൂടം എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്ന വിഷയമാണ്. ഇരിങ്ങാലക്കുട നടന കൈരളിയിൽ നേത്രരാഗ പരമ്പര കേരളീയ അഭിനയ പാരമ്പര്യത്തിൽ സവിശേഷമായി നൂറ്റാണ്ടുകളിലൂടെ വികസിച്ചു വന്ന നേത്രാഭിനയത്തിന്റെ സർവ്വസാധ്യതകളും ഉൾക്കൊള്ളിച്ചുള്ള ഗവേഷണവും പരിശീലനവുമാണ് നേത്രരാഗമെന്ന പദ്ധതിയിലൂടെ നടന കൈരളിയിൽ ആരംഭിക്കുന്നതെന്ന് നടന കൈരളി ഡയറക്ടർ വേണുജി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാൽനൂറ്റാണ്ടിലായി നടന കൈരളിയിൽ നിലനിർത്തി വരുന്ന ഇതിനകം അന്തർദേശീയ ശ്രദ്ധയാകർഷിച്ച നവരസ സാധന എന്ന അഭിനയ പരിശീലന പദ്ധതിയിലൂടെ തുടർച്ചയാണ് നേത്രരാഗം. ആഗസ്റ്റ് 19 വൈകിട്ട് 6 നടക്കുന്ന നടന കൈരളിയുടെ കൊട്ടിച്ചേദം നാടകശാലയിൽ ചേരുന്ന പൊതുയോഗത്തിൽ K അജയകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സോണിയാഗിരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രാജീവ് മേനോൻ മുഖ്യാതിഥിയായിരിക്കും. ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ, അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് നേത്രരാഗം. നേത്രരാഗം എന്ന് പറഞ്ഞാൽ കണ്ണിനെ സംബന്ധിച്ചുള്ള സകലവിധ വികാരാവിഷ്കരണ സാധ്യതകളും
പണ്ട് കേരളത്തിൽ ധാരാളം പരീക്ഷണങ്ങളും പരിശീലന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് പലതും നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കണ്ണിനെ കേന്ദ്രീകരിച്ച് നമ്മുടെ തനതായ കേരളത്തിൻ്റെ അഭിനയ ശൈലിയെ പരിപോഷിക്കാൻ വേണ്ടി ഞാനൊരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 25 വർഷമായിട്ട് നവരസ സാധന എന്ന് പറഞ്ഞൊരു പരിശീലന പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ യുവ നർത്തകരും നടന്മാരും ഇവിടെ വന്ന് പരിശീലിച്ച് പോകാറുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ നേത്രരാഗം എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. കാരണം അതിന് ഒന്നിപ്പിച്ച സ്വീകരണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത കാലത്ത് തന്നെ സാറാ അർജുൻ പരിശീലിക്കാനുണ്ടായിരുന്നു. സാറാ അർജുൻ വളരെ അറിയപ്പെടുന്ന ഹിന്ദിയിലെ പ്രമുഖ താരമാണ്. അങ്ങനെ വലിയ വലിയ താരങ്ങൾ ബോളിവുഡിൽ നിന്നും കേരളത്തിൽ നിന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്യ നായർ, സംയുക്ത മേനോൻ, അങ്ങനെ പലരും വന്നിട്ടുണ്ട്. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് തകുലത്തിന്റെ നേതൃത്വത്തിൽ അത്തം ഘോഷയാത്ര നടന്നു. ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ സൗമ്യ PE ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമിത ടീച്ചർ, സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ അജോ പുളിക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അജീഷ് കുഞ്ഞൻ എന്നിവർ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആനയൂട്ട് കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ നടന്നു. ആനയൂട്ടിന് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി അണിമംഗലം വല്ലഭൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയ് കുമാർ, VC പ്രഭാകരൻ, രാഘവൻ മുളങ്ങാടൻ, അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് എന്നിവർ പങ്കെടുത്തു. മാസത്തിന്റെ പുലരിയിൽ തന്നെ ഗജപൂജ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമാണ്. മഞ്ഞ കർക്കിടക മാസം എന്നാണ് കർക്കിടക മാസത്തെക്കുറിച്ച് നമ്മൾ വിളിക്കുന്നത്. ആ കർക്കിടക മാസത്തിന് സലാം പറഞ്ഞതിന് ശേഷം പൊൻപുലരിയിലേക്ക് ചിങ്ങമാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഐശ്വര്യം ഏറെ നൽകുന്ന ആനകളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആനയൂട്ട് നൽകുകയാണ്. ഒരു ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങ് കൂടിയാണിത്. ഇവിടെ ആനയൂട്ടിന് തയ്യാറായി വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക്
ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ യജ്ഞത്തിന് നടത്താനൊക്കെയുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സവിശേഷമായിട്ടുള്ള കാര്യം നമ്മുടെ നാടിനോട്, നമ്മുടെ ക്ഷേത്രങ്ങളോട്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയോട്, എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു അടയാളം കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതിന് ഏറെ സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ശങ്കരേശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ല നന്മയുണ്ടായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈശ്വരനിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മുകുന്ദപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ അത്തംനാളിൽ സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിൽ വെസ്റ്റ് കൊരട്ടി കരയോഗം ജേതാക്കളായി. വിജയികൾക്ക് 7500 രൂപയും പ്രശംസാപത്രവും സമ്മാനിക്കും. ഐരാണിക്കുളം 2ാം സ്ഥാനത്തിനും പച്ചളിപ്പുറം കരയോഗം 3ാം സ്ഥാനത്തിനും അർഹരായി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി സമ്മാനദാനം നിർവഹിച്ചു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് R ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ സ്വാഗതവും ഇരിങ്ങാലക്കുട മേഖലാ പ്രതിനിധി രവി കണ്ണൂർ നന്ദിയും പറഞ്ഞു. കാണുമ്പോൾ നമുക്ക് തോന്നും, പക്ഷെ അടുത്ത് വന്ന് നോക്കി അതിനെ വിലയിരുത്തുമ്പോഴേ അതിൻ്റെ കുറവുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ട് പറയുന്നില്ല, കുറേ നേരം കാത്തിരുന്ന് മുഷിഞ്ഞവരാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇവിടെ ഞങ്ങളെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും നന്ദിയും. ക്രാഫ്റ്റ്, ഫിനിഷിങ്, കളർ കോമ്പിനേഷൻ, ഇതൊക്കെ എല്ലാം നീറ്റ്നെസ് ഒക്കെ അടക്കം എല്ലാം ഉള്ള ഒരു കളമാണ് നമ്പർ 15. വെസ്റ്റ് കൊരട്ടി സംഘത്തിലെ പൂക്കള മത്സരം ധന്യമാക്കിയത് എല്ലാവരുടെയും എങ്കിലും ഫിനിഷ് ചെയ്ത് അതിന്റെ ഇടാൻ യോജിച്ചതാണോ ഇവിടെ ഒരു പൂക്കളം ഇടാനായിട്ട് പിന്നീട് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.